മാലദ്വീപിന്റെ രാജ്യതലസ്ഥാനമായ മാലിയിൽ നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഇന്ത്യ വിരുദ്ധ പാർട്ടി പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിൽ കനത്ത പരാജയം. പ്രസിഡന്റ് മൊയ്സുവിന്റെ പാർട്ടിയാണ് പീപ്പിൾ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യ അനുകൂല പാർട്ടിയായ മാലദ്വീപിൽ ഡെമോക്രാറ്റിക് പാർട്ടിയോടാണ് പ്രസിഡന്റ് മൊയ്സുവിന്റെ ചൈന അനുകൂല പാർട്ടി വലിയ മാർജിനിൽ പരാജയപ്പെട്ടത്. NDPയുടെ സ്ഥാനാർത്ഥി ആദം അസീം മാലിയുടെ പുതിയ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തിടെ വരെ ഈ സ്ഥാനം വഹിച്ചിരുന്നത് മാലിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ മുഹമ്മദ് മൊയ്സു ആയിരുന്നു. കഴിഞ്ഞ വർഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയായിരുന്നു മൊയ്സു സ്ഥാനമൊഴിഞ്ഞത്. മാലദ്വീപ് മാധ്യമങ്ങൾ അസീമിന്റെ വിജയത്തെ തകർപ്പൻ എന്നും വലിയ മാർജിനിലെ വിജയം എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത്രയും കാലം കൈവശം വച്ചിരുന്ന പദവിയിൽ നിന്ന് ഒഴിഞ്ഞതിനു ശേഷം ഇത്ര വലിയ മാർജിനിൽ എതിർ പാർട്ടി വിജയിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയങ്ങളോടുള്ള ജനങ്ങളുടെ യോജിപ്പില്ലായ്മയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ അനുകൂല മുൻ പ്രസിഡന്റ് മുഹമ്മദ് സോലിഹാണ് MTPയുടെ തലവൻ. മൊയ്സുവിന്റെ ചൈന അനുകൂല ഇന്ത്യ വിരുദ്ധ നയങ്ങൾക്ക് മാലദ്വീപിലെ ജനങ്ങളുടെ വലിയ തോതിലുള്ള പിന്തുണയില്ല എന്ന് തന്നെയാണ് രാജ്യതലസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ അനുകൂല പാർട്ടിയുടെ വിജയം വെളിപ്പെടുത്തുന്നത്. ചൈനയിൽ നിന്ന് മാലദ്വീപിലേക്ക് മടങ്ങവേ ഇന്ത്യക്കെതിരെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പരോക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു. തന്റെ രാജ്യം ചെറുതായിരിക്കാം, പക്ഷേ തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആർക്കും ലൈസൻസ് നൽകിയിട്ടില്ല എന്നായിരുന്നു മൊയ്സു കടുത്ത സ്വരത്തിൽ പറഞ്ഞത്. ഒരു രാജ്യത്തിന്റെയും പേരെടുത്തു പറയാതെയാണ് ചൈന അനുകൂലിയായ നേതാവിന്റെ പ്രസ്താവം. ബീജിംഗിലെ വെലാന വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മൊയ്സു. ഈ സമുദ്രത്തിൽ ഞങ്ങൾക്ക് ചെറുദ്വീപുകൾ ആണുള്ളതെങ്കിലും വിപുലമായ സാമ്പത്തിക മേഖലയുണ്ട്. സമുദ്രത്തിന്റെ വലിയൊരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മാലദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രം ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിൻ്റെതല്ലെന്നും മാലദ്വീപ് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെന്നും മൊയ്സു ഇന്ത്യയെ ലാഖാക്കി പറഞ്ഞു. ഞങ്ങൾ ആരുടെയെങ്കിലും പിന്നാമ്പുറത്തല്ല, ഞങ്ങൾ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാത്ത ചൈനയുടെ നിലപാടിനെ അഭിനന്ദിക്കുകയും ചെയ്തു മൊയ്സു. മുൻ മാലദ്വീപ് ഭരണകൂടത്തിന്റെയും ഇന്ത്യാനുകൂല നയത്തെയും മൊയ്സു പരിഹസിച്ചു. ഒരു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു കസേരയിൽ ഇരിക്കാൻ മുൻ ഭരണകൂടം വിദേശ രാജ്യത്തിന്റെ അനുമതി തേടിയെന്നാണ് മൊയ്സുവിന്റെ പരിഹാസം. അപ്പോഴാണ് ഞങ്ങൾ ചെറു രാജ്യമായിരിക്കാം, പക്ഷേ അത് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള ലൈസൻസ് അല്ല എന്ന് മാലദ്വീപ് പ്രസിഡന്റ് പറഞ്ഞത്. മൊയ്സുവിന്റെ സന്ദർശന വേളയിൽ ചൈനയും മാലദ്വീപും തമ്മിൽ 20ഓളം കരാറുകളിലാണ് ഒപ്പുവെച്ചത്. ദ്വീപിന് $130 സാമ്പത്തിക സഹായവും ചൈന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗം തുകയും റോഡുകളുടെ പുനരുദ്ധാരണത്തിനാണ് വിനിയോഗിക്കുക. നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ മാലദ്വീപിലെ 3 മന്ത്രിമാർ നടത്തിയ പ്രസ്താവനകൾ വിവാദമായ പശ്ചാത്തലത്തിലാണ് മൊയ്സുവിന്റെ പരോക്ഷ ഇന്ത്യ വിരുദ്ധ പരാമർശം. അതേസമയം തന്നെ മാലദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ്. മാലദ്വീപിൽ നിലകൊണ്ട ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന് ഇന്ത്യയോട് വീണ്ടും ആവശ്യപ്പെട്ടാണ് മാലദ്വീപ് പ്രകോപനം സൃഷ്ടിക്കുന്നത്. മാർച്ച് 15-ന് മുമ്പ് സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചൈന സന്ദർശനത്തിന് ശേഷം പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തിരികെ എത്തിയതിനു ശേഷമാണ് ഈ ആവശ്യം ഇന്ത്യയോട് ഉന്നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശം വിവാദമായിരിക്കെയാണ് സൈന്യത്തെ പിൻവലിക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടത്. മൊയ്സു അധികാരത്തിലെത്തിയതു മുതൽ മാലദ്വീപിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സമയപരിധി നിർദ്ദേശിച്ചിരുന്നില്ല. കടൽ സുരക്ഷയ്ക്കും ദുരന്ത നിവാരണത്തിനുമാണ് ഇന്ത്യൻ സൈന്യം മാലദ്വീപിലുള്ളത്.